പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ വിലയേറിയ നാമം ഈ വിശുദ്ധ ദിവസത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നമ്മെ ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമുക്ക് ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 14-ാം സങ്കീർത്തനം, അതിൻ്റെ 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. വായിച്ചു. The Lord looks down from heaven upon the children of men to see if there is any who understand, to seek God. ആമേൻ, ആമേൻ. ഇന്ന് ദൈവത്തിൻ്റെ മുമ്പാകെ നാം ചിന്തിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ദൈവത്തെ അന്വേഷിക്കേണ്ട എപ്രകാരമാണ്, ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ അനുഗ്രഹം എന്താണ്, ദൈവം അന്വേഷിക്കുന്നവരുടെ പ്രൊട്ടക്ഷൻ എന്താണ് എന്നുള്ള വിഷയത്തെ അനുസരിച്ചാണെന്ന് ദൈവസന്നിധിയിൽ നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് 14-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവൻ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. ഇവിടെ ദൈവം ഇല്ലാതിരിക്കുന്ന ഒരു തലമുറയിൽ, ദൈവം ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദികൾ ഉണ്ടായിരിക്കുന്ന ഒരു തലമുറയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം മനുഷ്യനോട് കൽപ്പിക്കുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുകയാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവരെ കുറിച്ച് ദൈവം അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പേരാണ് ബുദ്ധിമാന്മാർ, അല്ലെങ്കിൽ ഒരു വൈസ് മാൻ എന്ന് ദൈവം അവരെ വിളിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലോകത്തിലെ മനുഷ്യൻ പറയും, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് തത്വങ്ങൾ അറിയാത്തത് കൊണ്ടാണെന്ന് ലോകത്തിലെ മനുഷ്യൻ പറയുമ്പോൾ ദൈവം അവരെ വിളിക്കുന്നത് നിങ്ങൾ ഒരു ബുദ്ധിയുള്ള ജനമായതുകൊണ്ട്, അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഈ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ നീ അന്വേഷിക്കുന്നതെന്ന് അവരെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. അതുമാത്രമല്ല, ആ ബുദ്ധിമാന്മാർ ഉണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് ദൈവവചനത്തിലൂടെ വായിക്കുന്നു. നമുക്ക് ഈ കുറിവാക്യമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ ആസ ദൈവത്തിങ്കിലേക്ക് കടന്നു വന്ന ചില സംഭവങ്ങളും, ദൈവത്തിങ്കിലേക്ക് അവൻ ദൈവത്തെ അന്വേഷിക്കുവാൻ വന്ന ആസയുടെ ജീവിതത്തിലുണ്ടായ വിടുതലുകളെയും കുറിച്ചാണ് നാം മുന്നോട്ട് ചിന്തിക്കുവാൻ പോകുന്നത്. അതിനായി നമുക്ക് 2 ദിനവൃത്താന്തം 14-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം മുതൽ ആസ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ, ഒരു യോഗ്യത എന്ന് പറയുമ്പോൾ, തൻ്റെ യഹോവയ്ക്ക് പ്രസാദവും ഹിതവും നാം തിരിച്ചറിയുന്നതാണ് ദൈവത്തെ അന്വേഷിക്കുന്നതിൻ്റെ ആ തുടക്കമെന്ന് ദൈവവചനത്തിൽ പറയുകയാണ്. അവൻ എന്താ ചെയ്തത്? ദൈവത്തിന് പ്രസാദവും ദൈവത്തിന് ഹിതവുമുള്ള പ്രവൃത്തി അവൻ ചെയ്യുവാൻ എഴുന്നേറ്റപ്പോൾ അവൻ എന്താണ് അവിടെ ചില ക്രമീകരണങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യുകയാണ്. എന്താണ് അവൻ ചെയ്യുന്നത്? അവൻ അന്യദേവന്മാരുടെയും ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു. അത് അവൻ്റെ പിതാക്കന്മാർ സേവിച്ചു കൊണ്ടിരുന്ന, പിതാക്കന്മാർ വിശ്വസിച്ചു കൊണ്ടിരുന്ന ചില അശോര പ്രതിഷ്ഠകളും ചില ദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു. സ്തംഭ വിഗ്രഹങ്ങളെ ഉടച്ചും അശോര പ്രതിഷ്ഠകളെ വെട്ടിക്കളയുകയാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി അന്വേഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദവും ഹിതവുമുള്ളത് ചെയ്യുകയും അവൻ്റെ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ അവർ ആരാധിച്ചു പോന്ന സകല വിഗ്രഹങ്ങളെയും ഉടച്ചു കളയുന്ന ഒരനുഭവം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയുന്നു. എന്നാൽ അത് 4-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹൂദയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായപ്രമാണം കൽപ്പനയും ആചരിച്ച് നടപ്പാനും കൽപ്പിച്ചു. അതുമാത്രമല്ല, യഹൂദയോടും അവരുടെ പിതാക്കന്മാരോട് ദൈവമായ യഹോവയെ അന്വേഷിക്കുവാനായിട്ട്
ഒരു കൽപ്പനയും അവിടെ പുറപ്പെടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസാദവും ദൈവത്തിൻ്റെ ഹിതവും തിരിച്ചറിഞ്ഞ ആസ ദൈവത്തിങ്കിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ, ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്കും അവൻ്റെ ജീവിതത്തിൽ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പൂജാഗിരികളും ദൈവമല്ലാത്തതിനെ ദൈവമെന്ന് ആരാധിച്ചു കൊണ്ടിരുന്ന അവസ്ഥകളെ മാറ്റി ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ ആസ അവരോട് യഹൂദയോട് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ഈ ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കുവാനും അവൻ്റെ കൽപ്പനകൾ ആചരിച്ച് നടക്കുവാനും നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് ദൈവം അവര് ആസ അവരോട് പറയുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. അതുകൊണ്ട് അവർ മുന്നോട്ട് കടന്നു വരുമ്പോൾ 6-ാം വാക്യത്തിൽ യഹോവന് വിശ്രാമം നൽകിയത് കൊണ്ട് ദേശത്തിന് സ്വസ്ഥത ഉണ്ടാകയാലും ആ സംവത്സരങ്ങളിൽ അവന് യുദ്ധമില്ലായാലും അവൻ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങൾ പണിതു. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുവാൻ കടന്നു വന്ന ആസ താൻ അന്വേഷിച്ചത് മാത്രമല്ല, താൻ ആയിരിക്കുന്ന സമൂഹത്തിൽ, താൻ ആയിരിക്കുന്ന കുടുംബത്തിൽ യഹൂദയോടും സകല പിതാക്കന്മാരോടും പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളും വിധികളും പ്രമാണിച്ച് അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രവൃത്തി കാണുവാനിടയായി തീരുമെന്ന് അവരോട് പറയുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. അതിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവിടെ യഹൂദരോട് നാം ഈ പട്ടണങ്ങൾ പണിത് അവയ്ക്ക് ചുറ്റും മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഒടാമ്പലുകളും ഉണ്ടാക്കുക. നാം നമ്മുടെ ദൈവമായ യഹോവയെ അന്വേഷിച്ചത് കൊണ്ട് ദേശം നമുക്ക് സ്വാധീനമായിരിക്കുന്നുവല്ലോ. കാരണം അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തെ അന്വേഷിച്ചു വന്ന ആസ ആ യഹൂദരോട് പറയുകയാണ്, നിങ്ങളുടെ മതിലുകളും നിങ്ങളുടെ സകല പണികളും ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് തുടക്കം ഉണ്ടായത് ഈ യഹോവയായ ദൈവത്തെ അന്വേഷിച്ചത് കൊണ്ടാകുന്നുവെന്ന് നമ്മളവിടെ പറയുകയാണ്. പിന്നെ അതിനുശേഷം അവിടെ നമ്മൾ ആ വാക്യത്തിൽ തന്നെ അതിൻ്റെ താഴോട്ട് വരുമ്പോൾ നമ്മുടെ ദൈവമായ യഹോവയെ അന്വേഷിച്ചത് കൊണ്ട് നമുക്ക് ദേശം സ്വാധീനമാക്കുകയും ചെയ്യുന്നുവല്ലോ. നാം അവനെ അന്വേഷിക്കുകയും അവൻ ചുറ്റും നമുക്ക് വിശ്രാമം നൽകുകയും ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വെടിപ്പായി പണിത് തീർത്തു. എന്നാൽ ദൈവത്തിൻ്റെ പണി, ദൈവത്തിൻ്റെ ഹിതത്തിലേക്കും പ്രസാദത്തിലേക്കും ആസ കടന്നു വന്നപ്പോൾ പിന്നെ അവിടെ നമ്മൾ 8 നമ്മൾ വായിക്കുന്നു, അവിടെ ആസയ്ക്ക് എതിരായിട്ടൊരു അന്ധകാര ശക്തി അവിടെ എഴുന്നേറ്റ് വരികയാണ്. അവിടെ എന്താണ് കടന്നു വരുന്നത്? അവിടെ ആസ എതിരേറ്റുകൊണ്ട് ആസയെ അവൻ്റെ വിശ്വാസത്തെയും അവനിൽ ദൈവത്തിൻ്റെ അന്വേഷണത്തെയും അവൻ തടയുന്നതിന് വേണ്ടിയിട്ടൊരു അന്ധകാര ശക്തി അവൻ്റെ നേരെ പുറപ്പെടുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. അവിടെ ആസയ്ക്ക് വൻ പരിചയും കുന്തവും എടുത്തുള്ളവരായി 3 ലക്ഷം യഹൂദ്യരും ചെറു പരിച എടുപ്പാൻ വില്ലുകുലച്ച പ്രാപ്തര 2,80,000 ബെന്യാന്മാരുമുള്ള സൈന്യമുണ്ടായിരുന്നു. ഇങ്ങനെ ആ ആസയ്ക്ക് വലിയൊരു സൈന്യവും പടക്കോപ്പും എല്ലാം ഉണ്ടായിരുന്ന സൈന്യമായി ദൈവം അവരെ അനുഗ്രഹിച്ച് മുന്നോട്ട് കടന്നു വരുമ്പോൾ എൻ്റെ 9-ാം വാക്യത്തിൽ കാണുമ്പോൾ കൂശ്യനായ ശേരഹ് 10 ലക്ഷം ആളുകളെയും രഥങ്ങളെയും സൈന്യങ്ങളോടും കൂടെ പുറപ്പെട്ട് മരേശ എന്ന ഒരു താഴ്വരയിലേക്ക് അവൻ കടന്നു വരുന്ന ഒരു സന്ദർഭം നമ്മൾ അവിടെ കാണുകയാണ്. അവന് ദൈവത്തെ അന്വേഷിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവം അവൻ്റെ ആ ജീവിതത്തിൽ സ്വസ്ഥത നൽകി. അവൻ്റെ സംസ്ഥാനത്ത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ തുടങ്ങി. അവൻ മനോഹരമായ ദൈവ പ്രവൃത്തികളും പണിതെടുക്കുവാനായിട്ട് ദൈവം അവനെ ഉപയോഗിച്ചു. എന്നാൽ അപ്പോൾ അവൻ്റെ മനോഭാവം എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവന് ഒത്തിരി സൈന്യവും പരിചകളും കുന്തവും ഒത്തിരി ഉപയോഗിക്കേണ്ട പല ഉപകരണങ്ങൾ അല്ലെങ്കിൽ സോൾജിയർമാരുടെ വെപ്പൺസൊക്കെ അവനുണ്ടായിരുന്നു. എന്നാലും ആസ അവൻ്റെ നേരെ പുറപ്പെട്ട് മാരേശിന് സമീപം സോവാർ താഴ്വരയിൽ പടയ്ക്ക് അണിനിരത്തി. എന്നാൽ ആ കടന്നു വരുന്ന ആ കൂശ്യനായ ശേരക്ക് 10 ലക്ഷം ആളുകളും 300 രഥവുമായിട്ടുള്ളൊരു സൈന്യമായിട്ട് ആ താഴ്വരയിൽ സോഫാ താഴ്വരയിൽ ഇറങ്ങി വരുമ്പോൾ ആസ തൻ്റെ ദൈവമായ യഹോവയെ അന്വേഷിച്ചു. അവ പറയാണ്, അവിടെ പിന്നെയും ദൈവത്തെ ആസ തൻ്റെ ദൈവമായ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഈ വചനം നമ്മുടെ ആ ബൈബിളുകൾ നമ്മൾ അടിവരയിടണം. ആ അടിവരയിട്ടുകൊണ്ട് അതിൽ നമ്മളെപ്പോഴും ആ ദൈവത്തിന് നമ്മുടെ പ്രതികൂലത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും നടുവിൽ നമ്മൾ ഏറ്റുപറയേണ്ടതാണ്. ആമേൻ. യഹോവയായ ദൈവമേ,
യഹോവയെ വിളിച്ചപേക്ഷിച്ച് യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീതല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും അവനുള്ള ആ യുദ്ധത്തിനുള്ള, അല്ലെങ്കിൽ അവരെ നേരിടുവാനുള്ള, ആ കൂശ്യരെ നേരിടുവാനുള്ള സകല ആ വെപ്പൻസും അവരുടെ കയ്യിലുണ്ട്, അതിനുള്ള സോൾജിയർ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവത്തോട് വിളിക്കുകയാണ്. ആമേൻ. ബലഹീനനായ ഞാൻ ബലവാനായ ഒരാൾ വന്ന് നേരിടുമ്പോൾ, കർത്താവേ, കാര്യം തീർക്കുവാനായിട്ട് നീയല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ ആരുമില്ല എന്നവൻ നിലവിളിക്കുകയാണ്. അതിൻ്റെ 11-ാം വാക്യം നാം അടിവരയിട്ട് നാം നമ്മുടെ ഹൃദയത്തിൽ അത് ഉറപ്പിക്കേണ്ടതാണ്. ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്ന യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവൻ നിലവിളിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെല്ലാം സാഹചര്യങ്ങളും നമുക്കെല്ലാത്തിനുള്ള സൊല്യൂഷൻ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുമ്പോഴും നമ്മുടെ സൊല്യൂഷനൊക്കെ അടുത്ത് വെച്ചിട്ട് പുറകെ വെച്ചിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ, ആമൻ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ആമൻ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുന്നതാണ് ദൈവത്തോടുള്ള സമർപ്പണവും ദൈവത്തോടുള്ള അന്വേഷിക്കുന്ന ഒരു ദൈവവചനത്തിൻ്റെ അനുഭവമാകുന്നുവെന്ന് ദൈവവചനത്തിലോട്ട് കാണുകയാണ്. വീണ്ടും നമുക്കതിൻ്റെ 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 15-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് അസര്യാവിൻ്റെ മേൽ വന്ന് ആസയോടും യഹൂദരോടും ബെന്യാമിനോടും പറയുന്ന വാക്കുകൾ. പിന്നെ അത് കഴിഞ്ഞ് ആസയുടെ ആ ഭരണകാലത്ത് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഓദേദിൻ്റെ മകനായ അസര്യാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരികയാണ്. അതിൻ്റെ 15-ന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൻ ആസയെ എതിരേറ്റുവെന്ന് അവനോട് പറഞ്ഞു എന്തെന്നാൽ, ആസയും എൻ്റെ എല്ലാ യഹൂദരും ബെന്യാമരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. അപ്പോൾ ദൈവത്താൽ അഭിഷേകം പ്രാപിച്ച, ദൈവത്താൽ ആത്മാവിൻ്റെ നിയോഗം പ്രാപിച്ച ആ ദൈവത്തിൻ്റെ അഭിഷക്തനായ അസര്യാവ് വന്ന് ആസയോട് വീണ്ടും പ്രവചനവാക്യമായിട്ട് അവനോട് വിളിച്ചു പറയുകയാണ്, ആസയും എല്ലാ യഹൂദരും ബെന്യാമിനുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോ കൂടെ ഇരിക്കും. യഹോവ നിങ്ങളോ കൂടെ ഇരിക്കുന്നിടത്തോളം, യഹോവയെ നിങ്ങൾ അന്വേഷിക്കുന്ന കാലത്തോളം യഹോവ നിങ്ങളെ കൂടെ ഇരിക്കും. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത്, എങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെ ഉപേക്ഷിക്കും. ആമേൻ. കർത്താവിൻ്റെ വചനത്തിൽ 50-ാം സങ്കീർത്തനം അവൻ്റെ അവസാന വാക്യത്തിൽ അതിൻ്റെ 22-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, അവിടെ കാണുന്നു, ദൈവത്തെ മറക്കുന്നവരെ, ദൈവത്തെ ഉപേക്ഷിക്കുന്നവരെ ആമേൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിപ്പിപ്പാൻ ആരും ഉണ്ടാകയില്ല എന്ന് ദൈവവചനം പറയുകയാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കാത്തവരെ എന്ത് ചെയ്തിരിക്കും? ദൈവത്തെ അന്വേഷിക്കാത്തവരെ ആമേൻ ആമേൻ ദൈവം ആമേൻ അതിൻ്റെ പണിഷ്മെന്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞെങ്കിലോ അവൻ നിങ്ങളെ ഉപേക്ഷിക്കും, നിങ്ങൾ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ ആമേൻ നമ്മെ ഉപേക്ഷിക്കുവാൻ ഇടയായിത്തീരുമെന്ന് ദൈവവചനത്തിലൂടെ പറയുകയാണ്. ആമേൻ. എന്നാൽ അവിടെ നമ്മൾ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അതിൻ്റെ 15-ന്റെ നാളിൽ, എന്നാൽ അവർ തങ്ങളുടെ ഞെരുക്കത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിലേക്ക് തിരിഞ്ഞു, അവനെ അന്വേഷിച്ചപ്പോൾ അവർ അവനെ കണ്ടെത്തി. ഹല്ലേലൂയ. പ്രതികൂലത്തിന്റെ നടുവിലും പോരാട്ടത്തിന്റെ നടുവിലും നാം ദൈവത്തെ അന്വേഷിക്കുവാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ കണ്ണിന് മുഖത്തെ ലജ്ജിതരാകുവാൻ അനുവദിക്കയില്ല. ആമേൻ. 34-ാം സങ്കീർത്തനത്തിൽ വാക്യം നമ്മൾ കാണുന്നല്ലോ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോയില്ല. ഈ എളിയവർ നിലവിളിച്ച യഹോവ കേട്ടു. ആമേൻ. എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു എന്ന് ദൈവദിനത്തിലൂടെ നമ്മൾ കാണുമ്പോൾ ആമേൻ, നാം ദൈവത്തെ അന്വേഷിച്ചിറങ്ങി വന്നാൽ ആമേൻ ഒരു ശക്തിക്ക് നമ്മളെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല. യഹോവ നമുക്ക് മുൻപടയായി പിൻപടയായി അവിടെ നിന്ന് കൂടെ ഇരുന്ന് വഴി നടത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകാനല്ല,
നമ്മൾ ഭാരപ്പെട്ടു പോകാനല്ല. ആമേൻ. ഞങ്ങളുടെ കൂടെ ഉള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയൊരു ദൈവം നമ്മുടെ കൂടെ ഇരിക്കയാൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഇരിക്കയാൽ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയൊരു ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നുവെന്നുള്ള ആ ഉറപ്പ് നമ്മുടെ ഉള്ളിലേക്ക് എന്ന് പരിശുദ്ധാത്മാവ് പകരട്ടെ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്. അതിൻ്റെ 15-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പിൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. ആസ ദൈവത്തിൻ്റെ വാക്ക് അവിടെ ആ പ്രവാചകൻ വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. ആസ ഈ വാക്കുകളും ഓബേദ് പ്രവാചകന്റെ പ്രവചനവും കേട്ടപ്പോൾ അവൻ ധൈര്യപ്പെട്ടു. ഹല്ലേലൂയ. ആ ദൈവത്തോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പിൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. നമ്മുടെ കൈ തളർന്നു പോകരുത്. പ്രതിബന്ധനങ്ങളും പോരാട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം തളർന്നു പോകരുത്. യഹോവയുടെ കരം നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമാണ്. കാരണം അവനെ അന്വേഷിക്കുവാൻ പുറപ്പെട്ടവരാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരാണ് നാം. ആമേനെങ്കിൽ നാം ഭയപ്പെട്ടു പോകാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. ദൈവം നമ്മെ നിശ്ചയിച്ച തുറമുഖത്തേക്ക് ദൈവം നമ്മെ എത്തും. നിശ്ചയിച്ച ദൈവിക പദ്ധതിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകുവാനായിട്ട് ഇടയായി തീരുമെന്ന ദൈവവചനത്തിലൂടെ ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് ഇടപെട്ട അതിൻ്റെ 12-ാം വാക്യത്തിൽ പിന്നെ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചു പോന്നു. അവർ പൂർണ്ണമായ ഒരു തീരുമാനമെടുത്തു. ഞങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദൈവം എനിക്ക് വേണം. ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ ദൈവം, ആമേൻ, അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയത്തക്ക വേണം അവിടെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറിയെന്ന ദൈവവചനത്തിലൂടെ കാണുകയാണ്. ആമേൻ. എന്നിട്ട് ആസ ആ രാജ്യത്തിൽ ആ ഓർഡിനൻസ് അവിടെ കൽപ്പിക്കുകയാണ്. ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാത്തവൻ മരണശിക്ഷ അനുഭവിക്കണമെന്നൊരു നിയമവും കൂടെ അവിടെ കൊടുക്കുകയാണ്. ആമേൻ. അവൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ നോക്കണം. യഹോവയുടെ ഇഷ്ടം, യഹോവയുടെ ഹിതം തിരിച്ചറിഞ്ഞ ആസ അവൻ്റെ ജീവിതത്തിലുള്ള ക്രമീകരണങ്ങൾ വരുത്തി ദൈവത്തിൻ്റെ പ്രവൃത്തിയുമായി മുന്നോട്ട് ചെന്നപ്പോൾ കൂശ്യരായ ചില ആ രാജാക്കന്മാർ കടന്നു വന്ന് സൈന്യങ്ങളും രഥങ്ങളും കുതിരകളുമായവനെ നാമൻ തകർത്ത് കളയുവാൻ കടന്നു വന്നപ്പോൾ യഹോവേ, ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, ആമേൻ, മർത്യൻ പ്രബലനായി പോകരുതേ എന്നവൻ വിളിച്ചു പറയുന്ന ഒരു ദൈവഭക്തനെ ഇന്ന് പകൽക്കാലം നാം ദർശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നാം വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാറില്ലയോ? ദൈവത്തോട് നാം കരയാറില്ലയോ? കർത്താവേ, നീ എൻ്റെ വിഷയത്തിൻ്റെ നടുവിൽ, എൻ്റെ ആവശ്യത്തിൻ്റെ നടുവിൽ നീ ഇറങ്ങി വരണമേ എന്ന് നാം പ്രാർത്ഥിക്കാറില്ലയോ? എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സകലതും നമുക്ക് നമ്മുടെ കയ്യിലുള്ളപ്പോഴും ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, കർത്താവിൽ ആശ്രയമായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ് എന്ന് ദൈവവചനം പറയുന്നു. നമുക്ക് അതിൻ്റെ 1 ദിനവൃത്താന്തം 28:9 നമ്മൾ കാണുന്നു, നീയോ എൻ്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയും അവൻ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളെയും നിരൂപണങ്ങളെയും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെയും തള്ളിക്കളയും. ഇവിടെ ശലോമോനോട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുകയാണ്. നാം ഇതുവരെ ചിന്തിച്ച ആസയുടെ ആ ചരിത്രത്തിൽ നിന്നാണ് ഇവിടെ ശലോമോനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. നിന്റെ അപ്പൻ ശലോമോനെ, നിന്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയും നീ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും, ദൈവസന്നിധിയിൽ നമ്മൾ ഒരു ഹോൾ ഹാർട്ടോടുകൂടെ, ഒരു നല്ല മനസ്സോടുകൂടെ നീ കർത്താവിനെ സെർവ് ചെയ്യുവാൻ ഇറങ്ങി തിരിച്ചെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, യഹോവ സർവഹൃദയങ്ങളെയും പരിശോധിക്കും. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല എന്ന് ദൈവം പറയുമ്പോൾ സകലത്തെയും ആരായുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. ദൈവം പറയുന്നു, നീ അന്വേഷിക്കുന്നുവെങ്കിൽ നീ എന്നെ കണ്ടെത്തും, നീ ഉപേക്ഷിക്കുന്നുവെങ്കിലോ ഞാൻ നിന്നെ തള്ളിക്കളയും. ദൈവം 2 ഓപ്ഷൻ നമുക്ക് തരികയാണ്. നമുക്ക് ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തോട് കൂടെ നടക്കാം,
ദൈവത്തെ ഉപേക്ഷിച്ച് നമുക്ക് സ്വന്തം വഴിയിൽ പിശാചിൻ്റെ അധികാരത്തിൽ അന്ധകാരത്തിലേക്ക് നമുക്ക് പോകാം. നാം ഒന്ന് തിരഞ്ഞെടുത്തു കൊള്ളണം. ആമേൻ എന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ. ആമേൻ. അതുപോലെ യെശയ്യാ 56:6 നമ്മൾ വായിക്കുന്നു. യെശയ്യാ 55:6 ഒന്ന് വായിക്കാം. Seek the Lord while he may be found, call upon him when he is near. ആമേൻ. ഇവിടെ നമ്മൾ കാണുന്ന യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് ദൈവത്തെ അന്വേഷിപ്പീൻ. ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു സമയം നിങ്ങളുടെ മുമ്പിൽ അടുത്ത് വരുമ്പോൾ ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കുവാനായിട്ട് ദൈവസന്നിധിയിലേക്ക് നാം അടുത്ത് ചെല്ലണമെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് അന്വേഷിക്കുക. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞാൻ അന്വേഷിച്ച് കടന്നു വരികയാണ്. ആമേൻ. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. ജെറമ്യ 29:11. ജെറമ്യ 29:13. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ദൈവം പിന്നെയും പ്രവാചകനിലൂടെ വിളിച്ചു പറയുകയാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറ, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാളതൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. മൂഢൻ അത് ഗ്രഹിക്കുന്നില്ല. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവൻ ഭക്ഷണങ്ങനായി മ്ലേച്ഛമായി നീതികേട് പ്രവർത്തിക്കുന്നു. ആമേൻ. നാം വായിച്ചു കേട്ട 14-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുമ്പോൾ ആ മുഖത്തെ നോക്കുവാനായിട്ട് ദൈവസന്നിധിയിലേക്ക് ദൈവവചനത്തിൽ പറയുന്നത് പോലെ അവൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് ഒരു കൽപ്പന പുറപ്പെട്ടെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ദൈവവചനത്തിലൂടെ വായിക്കുന്നത് പോലെ അവനെ അന്വേഷിക്കുന്ന ഒരു തലമുറയായി, അവനെ എപ്പോഴും ദൈവസന്നിധിയിലേക്ക് അന്വേഷിച്ച് ഇറങ്ങിയവന് മുഖമൊരിക്കലും ലജ്ജിച്ചു പോകയില്ല എന്ന് ദൈവവചനം പറയുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറയായി മാറട്ടെ. ആ സദൈവത്തിൻ്റെ മുമ്പാകെ ദൈവത്തെ അന്വേഷിക്കുവാൻ തിരഞ്ഞെടുത്തപ്പോൾ ഒന്നാമതായി അവൻ തിരിച്ചറിഞ്ഞു ദൈവത്തിൻ്റെ പ്രസാദം, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ ആശ അവൻ്റെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തുവാൻ ഏതെങ്കിലും അശോര പ്രതിഷ്ഠകളോ വാൽവിഗ്രഹങ്ങളോ ഏതെങ്കിലും ബലിപീഠങ്ങളോ പൂജാഗിരികളോ നാം ഇന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഓടാബാന ഹല്ലേലൂയ അതിനെ ദൈവകാരങ്ങൾ ആമേൻ ഞാനിതിനെ ഉപേക്ഷിക്കുന്ന കർത്താവേ, നിന്റെ ഹിതം, നിന്റെ പെർഫെക്റ്റ് വില്ല് ഞാൻ മനസ്സിലാക്കുകയാണ്. ആ ഹിതത്തിലേക്ക് ഞാൻ അടുത്ത് വരികയാണ്, നിന്റെ മുഖം അന്വേഷിക്കുകയാണ്. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഇന്ന് പകൽക്കാലം ഈ വചനത്തിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.